ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ എത്ര ചാർജ് വരും, അതിന് കവർ ഇടണം എന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ചാർജ് വരും, അതേപോലെ പല്ല് പൊത്തടയ്ക്കാനുണ്ടെങ്കിൽ, പല്ല് പറിക്കണം എന്നുണ്ടെങ്കിൽ, ഇനി ഒരു പല്ല് ഇംപ്ലാന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എത്രയായിരിക്കും ചാർജ് വരാം. ഓരോ ക്ലിനിക്കിലും വ്യത്യാസം ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? ഫസ്റ്റ് വൺ, മെറ്റീരിയൽ ഓഫ് ചോയ്സ്. അതായത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓഫ് കോഴ്സ് അതിൻ്റെ ചാർജ് കൂടും. സെക്കൻഡ് വൺ, സ്റ്റെറിലൈസേഷൻ പ്രോട്ടോകോൾ. അതായത് പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും പൗച്ചിങ്ങും അതേപോലെ ഓട്ടോക്ലേവും ഒക്കെ ചെയ്തിട്ട് വരുന്ന സ്റ്റെറിലൈസേഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ക്ലിനിക്കുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാകും. തേർഡ് വൺ, ഡോക്ടറുടെ കഴിവ് തന്നെയാണ്. അതായത് നമ്മളൊരു സെയിം പ്രൊസീജിയർ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു അതിനനുസരിച്ച് നമ്മളുടെ ടെക്നിക്സ് ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ മെത്തേഡ് ഓഫ് ഡൂയിങ് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലൈഫ് കൂടുതൽ ലാസ്റ്റ് ചെയ്ത് കിട്ടും. സപ്പോസ് നമുക്ക് റൂട്ട് കനാൽ പ്രൊസീജിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റബ്ബർ ഡാം ഐസൊലേഷനിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മൈക്രോസ്കോപ്സ്, ലൂപ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചാർജിലുള്ള വ്യത്യാസം ഓഫ് കോഴ്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു സ്ഥലത്തു നിന്ന് പൈസ കുറച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് മെറ്റീരിയൽസ് ലോ കോസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ പ്രോപ്പർ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ വായിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയിൽ ചെയ്യണോ അതോ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് കുറച്ച് മോശമായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ചെറിയൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ചില പേഷ്യൻസ് നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട്. അതായത് ഞാൻ മുന്നേ വേറെ സ്ഥലത്തുനിന്ന് പല്ല് പൊത്തടച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എപ്പോഴും ഫുഡ് കുടുങ്ങുന്ന പ്രശ്നം വരുന്നുണ്ട്. അതേപോലെ ചിലർ പറയും ഞാൻ നല്ല സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ എന്നിട്ടും അത് പെട്ടെന്ന് പൊട്ടിപ്പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏത് ടെക്നിക്കിലാണോ അത് ചെയ്യുന്നത്, അതേപോലെ ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡോക്ടറുടെ നോളജ്, ഇതൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എത്ര സ്ട്രെങ്ത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പല്ല് പൊത്തടച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടല്ല ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോരും. അതേപോലെ തന്നെ അത് നീറ്റായിട്ടല്ല ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ ഫുഡ് കൊടുക്കുന്ന ഇഷ്യൂ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ വായിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നല്ല ക്വാളിറ്റിയിൽ നല്ല ലാസ്റ്റിംഗ് ആയിട്ട് ചെയ്യണോ അതോ ചീപ്പായിട്ട് ചെയ്യണോ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങളുടെ പല്ലിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെയുള്ള ഒരു ഫാമിലി ഡെൻറ്റിസ്റ്റിനെ പോയി കാണിക്കാം. അവിടുത്തെ ട്രീറ്റ്മെൻറ്റും അവിടുത്തെ ക്വാളിറ്റിയും എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. എപ്പോഴും ചിന്തിക്കുക, നമ്മൾ ചീപ്പായിട്ടുള്ള റേറ്റ് മാത്രം നോക്കി പോകാതെ അവിടുത്തെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അഷ്വർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാം.